ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ റിപ്പയർ ചെയ്യാൻ പോണത് ഇതൊരു ഡ്രില്ലറാണിത്. പക്ഷെ ഇത് വർക്ക് ചെയ്യണില്ല, കംപ്ലൈന്റ് ആയി പോയിട്ട്. എന്താ കംപ്ലൈന്റ് നമുക്ക് അറിയില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക്. അപ്പോൾ അതിനെ വയറാണ് ഈ കാണുന്നത്. ഞാൻ ഇവിടെ ഫ്ലഗിൽ കാണിട്ട് തന്നെ കാണിച്ചാൽ സംഗതികൾ കേട്ടോ. ഇതിന്റെ വയറാണ് ഈ കാണുന്നത്. ഞാൻ ഇവിടെ ഫ്ലഗിനെ കണക്ട് ചെയ്തു, സ്വിച്ച് ഓൺ ആക്കുകയാണ് കേട്ടോ. സ്വിച്ച് ഓൺ ആക്കി. ഇനി ഉണ്ടോ ഒരനക്കില്ല ഇതിന് ഉണ്ടോ, കണ്ടില്ലേ? അപ്പൊ നമുക്കൊന്ന് അയച്ചു നോക്കിയാലോ നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഫ്ലഗിന്ന് വയർ നമുക്കൊന്ന് ഊരട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്രൂ നമുക്ക് എന്ത് ചെയ്യാം, ഒക്കെ നമുക്ക് അയച്ചെടുക്കാം. അപ്പൊ വെല്ല പൊന്തിച്ചു കൊടുത്താൽ മതി മേലക്ക്. അത് ഒന്നായിട്ട് കൈ ഊരി പോരുതാണ്ട് കണ്ടോ. ഇതാണ് അതിന്റെ ഉൾഭാഗം. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഇതിന് കംപ്ലൈന്റ് ഒന്നും കാണില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പൊ ഇത് ഓണായി ചെറിയ സൗണ്ട് കേട്ടു. ഇവിടുന്ന് ഒരു തീപ്പൊരി വന്നു. അങ്ങനെയാണ് നിന്നത് കേട്ടോ. ഫസ്റ്റ് കുറെ കാലം ഉപയോഗിക്കാവുന്ന ഒരു ഡ്രില്ലറാണിത്. ഇപ്പൊ മൾട്ടിമീറ്റർ അന്നേരം എന്ത് ചെയ്യാ, 20ലേക്ക് അല്ല പിന്നെ സോറി, ഇവിടെ ചിഹ്നം കാണുന്ന ഈ ഡയോഡിന്റെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഉണ്ടല്ലേ? എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ മുട്ടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുക, ഒരു ബ്ലസറിന്റെ സൗണ്ട് കണ്ടല്ലേ? ഈ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നമ്മൾ റെഡിയാണ് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ അവിടെ പറഞ്ഞ വയറിനെ ചെക്ക് ചെയ്യാന്നുള്ളത് കേട്ടോ. അതായത് ഇതേമാതിരി വയർ എടുക്കുക, വയർ എന്ത് ചെയ്യുക, പിന്നെ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പാടും. അതായത് വയറിന്റെ അറ്റം ഒരു നോബ് വെച്ച് കൊടുക്കുക, മറ്റേ അറ്റം ഈ നോബ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങള് ഈ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ റെഡിയാണ് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അങ്ങനെ അപ്പൊ അറിയാത്തൊരു പണി എങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടോ. അപ്പോൾ ഈ രണ്ട് വയർ എന്ത് ചെയ്യാം, ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം ഇതിൻ്റെ മറ്റേ അറ്റ വരുന്ന ഭാഗം നമുക്ക് ആദ്യം നമുക്ക് നോക്കണം കണക്ഷനോട് വരുന്നത്. ഈ സ്വിച്ച് മക്കാണ് ഇതിനത് വരുന്നത്. ഒന്ന് വരുന്നത് ഇങ്ങോട്ടാണ്, ഈ സ്ക്രൂ ചെയ്യുന്ന ഈ ഭാഗത്തൊക്കെ വരുന്നത് കേട്ടോ. രണ്ടാമത് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. ഈ രണ്ട് സ്ക്രൂവിൻ്റെ പോയിന്റൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പം ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ കൊടുക്കുക, എന്നിട്ട് പിടിക്കുക, മറ്റെന്ത് ചെയ്യുക നമുക്ക് വെച്ച് നോക്കുക ഏതാണെന്നുള്ളത് ഉണ്ടോ. അപ്പോൾ ഒന്ന് റെഡിയാണ്. രണ്ടാമത്തെ നോക്കുക, രണ്ടാമത്തെ റെഡിയാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാൻ വേണ്ടത്. അപ്പം ഇനി ഇതിന് കാർബൺ എന്തെങ്കിലും പോയണമെന്ന് അറിയില്ല കേട്ടോ. ഇത് കുറേ കാലം ഉപയോഗിക്കാവുന്ന ഡ്രില്ലറാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ കാർബൺ ഇവിടെ പോയാൽ തോന്നുന്നു, നോക്കാം നമുക്ക്. ഈ കാർബൺ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. കുറച്ചും ഇത് വേണ്ട കഴിയാനായിട്ട്. അപ്പം ഞാൻ വൈൻഡിങ് പോയണമെന്ന് അറിയില്ല. നമുക്കൊന്നും കൂടി നമുക്കൊന്ന് കുത്തിയാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കട്ടോ. അത് കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ.
അപ്പം ഓണാക്കിയാണ്. അപ്പം ഇനി തൊടുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ കറണ്ട് ഉണ്ടാവും കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇവിടെ ഈ 2 പേരിന് പോയിന്റ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ ഇതാക്കുമ്പോൾ കേട്ടോ. കേട്ടോ കറണ്ട് ഉണ്ടാവും അത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം റെഡിയാണ്. അപ്പോൾ ഇത് ഈ കാർബണിൻ്റെ അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായിന്, അതായിരിക്കും അത് കാരണം. ഇതിന് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കാർബണിൻ്റെ അവിടെ ഇവിടെ നിന്ന് കത്തിക്കഴിഞ്ഞ മാതിരി ആയിന്. ഈ പൊടി എന്നാണ് ആയതേക്കാരം, എന്താ അറിയില്ല. ഏതായാലും ഞാൻ ക്ലീൻ ആക്കി ഇട്ടെടുത്തപ്പോൾ റെഡി ആയിട്ട്. അപ്പോൾ ഈ ഒരു കാർബണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇവിടെ കുഴപ്പമില്ലാണോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം സൂം ചെയ്താണ്ട്. ഇവിടെ ഇങ്ങനെ പക്ഷെ ഇത് നമ്മൾ ക്ലീൻ ആക്കി ഇട്ടപ്പോൾ റെഡി ആയതാണ്ടോ. വേറെ കമ്പനി ഒന്നും ഇല്ലാകുമ്പോൾ ആണോ. ഇവിടെ കറുപ്പ് കാറായിട്ട് വന്നേക്കാണ് അങ്ങനെ. അതായിരിക്കും ഇതിൻ്റെ കമ്പനി. നമുക്ക് അടിച്ചിട്ടൊന്നും ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ കഴിഞ്ഞാൽ ഒന്ന് അടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പിന്നെ അടക്കുമ്പോൾ വയറൊക്കെ കൊടുക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അയച്ചമായി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് ഇവിടെ കാർബണിൻ്റെ ഇവിടെ പൊടി കയറി എന്തോ സംഗതിയാണിത്. അപ്പോൾ അതെടുത്ത് ക്ലീൻ ആക്കിയപ്പോൾ റെഡി ചെയ്തു കേട്ടോ. വേറെ കുഴപ്പമൊന്നും കണ്ടില്ല, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ. അപ്പോൾ അതാണ് സംഭവം. അത് കുറേ എടുക്കാതെ നിൽക്കുമ്പോൾ കാർബണ് പൊടി കയറിയാണ് അങ്ങനെ ഏതേക്കാരോ. പക്ഷെ ഞാൻ ഫസ്റ്റ് ഇട്ട് പോകുമ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ കഴിച്ചു നോക്കിയതിന് അങ്ങനെ. പിന്നെ ഇത് നമുക്ക് നന്നാക്കട്ടെ അങ്ങനെ കേട്ടോ. ഇവിടെ ചെറിയൊരു തീപ്പൊരി ഇവിടുന്ന് പാറും ചെയ്തിന് ഈ ഭാഗത്ത് തന്നെ. അപ്പോൾ അതേ പിന്നെ കാർബൺ ആയിക്കാണ് കാരണം കേട്ടോ. ഇപ്പോൾ കണ്ടീഷൻ കുഴപ്പമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കൊന്ന് കറക്റ്റ് ഇതാണെങ്കിൽ നമുക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അത് നല്ലത് കേട്ടോ. ഇപ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് അയച്ച എല്ലാ സ്ക്രൂ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സ്ക്രൂയൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വയർ ഇവിടെ എന്ത് ചെയ്യുമ്പോൾ ഫ്ലഗിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അവിടെ അപ്പോൾ സംഭവം റെഡി ആയിട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്ത് റിപ്പയർ ചെയ്തെടുക്കാൻ പോകും. കാരണം എന്താ വെച്ചാൽ ഇത് ചെറിയ കേസുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ ഉപയോഗിക്കാതെ നമുക്ക് ചെറിയ കേസ് വന്നാലുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യുക, തീർച്ചയായും ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ആദ്യം ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തെ ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തോട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.